ബാപ്പേ മോനും എന്തിന്റെ പുറപ്പാടാണ്? 20 ലക്ഷം രൂപ പൊടി പൊടിക്കാനാ? നീ നിന്റെ പണി നോക്കി പോടി. അടുക്കളയിൽ വല്ല പണിയുണ്ടോ നോക്ക്. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കണേ ആണുങ്ങളുണ്ട്. എന്ത് കാര്യത്തിനാണ് എടുത്തു കൊടുത്തത്? അവനൊക്കെ കഞ്ഞി കുടിക്കാൻ ബാക്കിയുണ്ടാ? എന്ന് കിട്ടുമെന്ന് വിചാരിച്ചാ നീ പൈസ അവർക്ക് എടുത്തു കൊടുത്തത്? വാപ്പാ, ആ ഇന്നൊരു 10 വീടും കൂടെ വിളിക്കാനുണ്ട്. അപ്പോൾ ഞാനൊന്ന് പോയിട്ട് വരട്ടെ. നമ്മളാ യൂണിയത്തിലുള്ള സുരേഷ് ഏട്ടനില്ലേ, സുരേഷ് ഏട്ടൻ്റെ വീട്ടിലൊന്ന് വിളിക്കാനുണ്ട്. സുരേഷ് ഏട്ടൻ്റെ മോൾ എന്നെ ഒരുമിച്ച് പഠിച്ചതാണ്. അത് മാത്രമല്ല, ഞാൻ എപ്പോൾ ലീവിന് വരുമ്പോഴും തന്നെ ഭയങ്കര കാര്യമാണ്. വേഗം വിളിച്ചിട്ട് വരാം. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, പള്ളി പോണതിന് പോയിട്ട് എത്തണം. മോനെ, കല്യാണം വെളിയെന്ന് കഴിയുമല്ലോ. ആ വാപ്പ, 10 ദിവസമുള്ള നീ കല്യാണത്തിന്. അപ്പൊ നീ എന്തോ പ്രോഗ്രാം ഒക്കെ പറയണ്ടല്ലേ? എന്താക്കിയ അതൊക്കെ? ഓ വാപ്പാ, ഞാൻ ഗാനമേളം സൂഫി ഡാൻസ് ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ വാപ്പാ, എൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോയപ്പോഴാണ് ഞാൻ കണ്ടത് ലൈവ് കിച്ചൺ. അത് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ലൈവ് കിച്ചനാ? ആ വാപ്പാ, അതേ ഫുഡൊക്കെ ഇപ്പോൾ ഒരു മാർക്കറ്റ് പോലെയാണ്. ഒരു മീൻകാരൻ വന്നിട്ട് മീൻ, നമുക്ക് ഫ്രഷ് മീനൊക്കെ അപ്പം തന്നെ ഫ്രൈ ചെയ്ത് കൊടുക്കും. പിന്നെ ചിക്കൻ, മട്ടൻ എല്ലാം ഉണ്ടാവും. അപ്പം എല്ലാ പരിപാടിയും ഒരാളെ തന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. 10-20 ലക്ഷം റുപ്യ പൊട്ടും വാപ്പ. 20 ലക്ഷം രൂപ? നീ എന്താണ് ഈ പേടിച്ചു പറയണത്? പൈസ ഇറങ്ങട്ടാ. അർക്കസേതിന്റെ മോനിൽ കാശുണ്ടെന്നേ ഈ ജനങ്ങൾ അറിയട്ടെ. എന്നാലും നമുക്ക് ഈ സമൂഹത്തിൽ ഒരു വിലയുള്ളൂ. ബാപ്പേ മോനും എന്തിന്റെ പുറപ്പാടാണ്? 20 ലക്ഷം രൂപ പൊടി പൊടിക്കാനാ? കല്യാണം വിളിച്ചാലും നല്ല ഭക്ഷണം, ഇറച്ചിയോ ബിരിയാണി എന്താ വെച്ചാൽ കൊടുക്കണം. അല്ലാതെ ഇങ്ങനെ പൊടി പൊടിക്കേണ്ട ആവശ്യമില്ല. എന്തോരം പാവപ്പെട്ട വീട്ടിലുണ്ട്. നമ്മ പഴയതൊന്നും മറക്കരുത്. ഇപ്പൊ നമുക്ക് കുറച്ച് കാശായി 20ഓ 50ഓ ചെലവാക്കാൻ. പക്ഷെ ഒന്നും മറക്കരുത്, ഉമ്മയും ബാപ്പയും അയൽവക്കത്തുനിന്ന് കന്നെല്ലാം മേടിച്ചു കുടിച്ച കാലം ഉണ്ടായിട്ടുണ്ട്. ബാപ്പയും മോനുവേ പഠിച്ചോനെ മറന്ന് ജീവിക്കരുത്. എനിക്കതേ ഇപ്പൊ പറയാനുള്ളൂ. നീ നിന്റെ പണി നോക്കി പോടി. അടുക്കളയിൽ വല്ല പണിയുണ്ടോ നോക്ക്. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കണേ ആണുങ്ങളുണ്ട്. നീ പോയി കല്യാണം വിളിച്ചടാ. സുരേഷേട്ടാ, മോനെ എവിടെ പോണ്? ഞാൻ വീട്ടിൽ പോരാണ്. അതെ, ഞാനേ ഇപ്പൊ ഷിഫ്റ്റ് കയറണം. അപ്പൊ ഞാൻ കഞ്ഞി കുടിച്ചിട്ട് വീട്ടിൽ നിന്ന് പോരുകയാണ്. എന്താണ് വിശേഷം? എന്റെ കല്യാണം അടുത്ത മാസം 5-ാം തീയതി. അത് വിളിക്കാൻ വേണ്ടി വീട്ടിൽ കയറി. അതെ, അന്നവാ വീട്ടിൽ കയറിയിട്ട് വരാം. അല്ല, എനിക്കിപ്പോ നേരല്ലേ, പള്ളി പോകാൻ നേരമായി. അതെ, അപ്പൊ അടുത്ത മാസം 5-ാം തീയതി കല്യാണമാണ്. അപ്പൊ തലേ ദിവസം തന്നെ എല്ലാവരും വരണം. വാപ്പയൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കണം. എന്റെ കത്തില്ല, വരാൻ കത്ത് തീർന്നു പോയി. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, ഞാൻ എത്തിയേക്കാം. കുഴപ്പമില്ല. എന്താണ് മഞ്ജുവിന്റെ വിശേഷം? അവളെവിടെ കൊടുത്തേക്കണത്? അവളുടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല മോനെ. വരുന്നവർക്കൊക്കെ ഒരുപാട് പൈസയും സ്വർണവും ഒക്കെ വേണം. ഞാൻ ഈ ലോഡിങ്ങിന്റെ പണിക്ക് പോയിട്ട് എവിടെ നിന്ന് സ്വർണവും പൈസയൊക്കെ ഒപ്പിച്ചു കൊടുക്കാനാണ്. കുടുംബച്ചെലവ് എന്നെ വളരെ കഷ്ടത്തിലാണ് ഞാൻ പോകുന്നത്. കൂടാണ്ട് ചേച്ചിക്കാണെങ്കിൽ തീരെ സുഖമില്ല. അതിൻ്റെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊന്നും എന്നെ കൊണ്ടുപോകാൻ പറ്റണില്ല. സത്യം പറഞ്ഞാൽ അവളും മോനൊക്കെ ഒരേ പ്രായവും. അവളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികളെയൊക്കെ കല്യാണം കഴിഞ്ഞ് 1-2 കുട്ടികളെ. ഞാൻ ഉറങ്ങിയിട്ട് എത്ര നാളായി എന്നറിയാം. അവളുടെ മുഖം കാണുമ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസവും. ഒരു പവൻ്റെ സ്വർണം മേടിക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? ചേട്ടാ, എന്നോടൊന്നും തോന്നരുത്. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. എൻ്റെ വിചാരം മഞ്ജു കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിരുന്നെന്നാണ്. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, വണ്ടി കയറി നമുക്കൊരു സ്ഥലം വരെ പോയിട്ട്. അല്ല മോനെ, എനിക്ക് ഷിഫ്റ്റ് ഉള്ളതാണ്. ഇപ്പോൾ സിമെന്റ് ലോഡ് വരും, ഇറക്കാൻ ചെല്ലണ്ടാണ്. ഞാൻ അവിടെ ആക്കി തരാം. ഇപ്പൊ നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് ചേട്ടാ കയറി. ചേട്ടാ, ഞാനല്ലേ പറയണേ. റിയാസില്ലാടാ, അതെവിടെ വിളിച്ച? റിയാസേ, അപ്പൊ വിളിക്കണ്. നീ ആ യൂണിയത്തിലെ സുരേഷിന് 15 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് എടുത്തു കൊടുത്താ? കൊടുത്തോന്ന്? എന്ത് കാര്യത്തിനാണ് എടുത്തു കൊടുത്തത്? അവനൊക്കെ കഞ്ഞി കുടിക്കാൻ ബാക്കിയുണ്ട? എന്ന് കിട്ടുമെന്ന് വിചാരിച്ചാണ് നീ പൈസ അവർക്ക് എടുത്തു കൊടുത്തത്? അത് പിന്നെ വാപ്പ, ഞാൻ സുരേഷന്റെ വീട്ടിൽ കല്യാണം വിളിക്കാൻ പോയപ്പോഴാണ് സുരേഷന്റെ മോളെ കല്യാണം ഇതുവരെ നടന്നിട്ടില്ല എന്ന് ഞാൻ അറിയുന്നത്.
പലതരം ആലോചനകൾ അവൾക്ക് വരുന്നുണ്ട്. പക്ഷെ ഒരു പവന്റെ സ്വർണം പോലും കൊടുക്കാൻ സുരേഷനെ കൊണ്ട് പറ്റണില്ല. എനിക്ക് ഭയങ്കര പ്രയാസമായി പാപ്പ. നമ്മ ഈ ഗാനമേളക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വെച്ച പൈസ ഉണ്ടെങ്കിൽ അവൾക്കൊരു ജീവിതമായി പാപ്പ. ഒരു കേസ് വന്ന് നിൽക്കണുണ്ട്. അപ്പം ആ പൈസ എടുത്ത് ഞാൻ കൊടുത്താതുകൊണ്ടാണ് അപ്പം അവൾക്കൊരു ജീവിതമില്ല. എൻ്റെ പ്രായമുണ്ടോ അപ്പം അവൾക്ക്? ഒരു പ്രായം കഴിഞ്ഞാൽ പെൺകിടാങ്ങൾ കല്യാണം കഴിച്ച് പോകില്ല. നമ്മ ഈ ആർഭാടം കാണിക്കുന്ന പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾക്കൊരു ജീവിതമില്ല. അതുകൊണ്ട് ചെയ്തു പോയാണ്. നന്നായി മോനെ, ഉമ്മാക്ക് നല്ല സന്തോഷമായി. മോൻ ചെയ്ത് നല്ല പ്രവൃത്തിയാണ്. ആടി നീ അവനെ സപ്പോർട്ട് ചെയ്. അവനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശേ നാട്ടുകാർക്ക് ദാനം കൊണ്ട് കൊടുക്കട്ടെ. നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണോട്ടാ, കൊടുത്താലൊന്നും കുറയൂല, കൊടുക്കുന്നവരും പഠിച്ചോന്നും തരുള്ളൂ. വാപ്പ, കൊടുത്താലും തീരാത്തത്രയും പൈസ പടച്ചോ നമുക്ക് തന്നിട്ടില്ലേ? ഒരു പാവപ്പെട്ട വീട്ടിലൊരു കുട്ടിക്ക് ഒരു കുടുംബ ജീവിതം ഉണ്ടായി കൊടുത്താൽ അതിനേക്കാൾ വലിയ പുണ്യം തൊട്ടാണ് വാപ്പ. ഒരു ഹജ്ജ് ചെയ്ത പുണ്യമല്ലോ വാപ്പ. അത് റസൂല് പഠിപ്പിച്ചത് അത് തന്നെയല്ലേ? മറ്റുള്ളവരെ വിഷമവും കണ്ണീരും ഒപ്പുന്നതാണ് വാപ്പ ഏറ്റവും വലിയ കാര്യം. നമ്മുടെ പഴയ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയ വാപ്പ. ഒരു 10 രൂപ ആരെങ്കിലും നമ്മളെ തന്ന് സഹായിച്ചിരുന്നെങ്കിലെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലേ വാപ്പ? ഇപ്പൊ ഞാൻ ഗൾഫിലൊക്കെ പോയി വന്ന് കുറച്ച് പൈസ ഉണ്ടായതുകൊണ്ടല്ലേ വാപ്പ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റിയത്. നീ ചെയ്താ ശരി മോനെ. വാപ്പ കാശില്ലാതെ വളർന്നാണ്. കുറച്ച് പൈസ കണ്ടപ്പോ വാപ്പയുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി. നീ ചെയ്തേനി പഠിച്ചവൻ കൂലി വരും. അല്ലാ, നിന്നെ പോലത്തെ മക്കളുണ്ടാകാൻ വേണ്ടി പുണ്യം ചെയ്യണം വാപ്പ